പ്രിയപ്പെട്ടവരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനമെന്ന ബൈബിൾ പഠന പംക്തിയുടെ പുതിയ നിയമത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യോഹന്നാൻ്റെ 10-ാം അധ്യായത്തിലെത്തി. നമ്മൾ 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളും 26 മുതൽ 29 വരെയുള്ള വചനങ്ങളും സീക്വൻസായി ഈശോയെ നല്ല ഇടയനായും സഭയെ ആടുകളായും അവതരിപ്പിക്കുന്ന വചനഭാഗമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വായിച്ചു കേട്ടത്. ആ വചനഭാഗത്തിൻ്റെ വചന വ്യാഖ്യാനമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നടത്തുന്നത്. നല്ല ഇടയനെക്കുറിച്ചുള്ള പരാമർശം പഴയ നിയമത്തിലും അതുപോലെ തന്നെ പുതിയ നിയമത്തിലും അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. പഴയ നിയമത്തിൽ പ്രധാനമായും സംഖ്യയുടെ പുസ്തകത്തിലും സങ്കീർത്തന പുസ്തകത്തിലും ജെറമിയായുടെ പ്രവചന ഗ്രന്ഥത്തിലും അതിനുശേഷം വളരെ വിശദമായി എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലും നല്ലിടയനായ ദൈവത്തെക്കുറിച്ചുള്ള അവതരണങ്ങളുണ്ട്. ഇടയനെന്നാണ് ദൈവത്തെ ഈ ഗ്രന്ഥങ്ങളൊക്കെയും വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയും നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇസ്രയേലിൻ്റെ ആദ്യകാല ചരിത്രത്തിൽ ജനങ്ങളുടെ നേതാക്കന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നവരെ ഇടയന്മാരെന്ന് വിളിച്ചിരുന്നു എന്നുള്ളതും നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇടയനെന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന നേതാക്കന്മാരെ വിളിച്ചിരുന്നത്. അതൊരു പക്ഷേ ന്യായാധിപന്മാരാകട്ടെ, പ്രവാചകന്മാരാകട്ടെ, രാജാക്കന്മാരാകട്ടെ, ആരു തന്നെയായാലും ഇടയധർമ്മം നിർവഹിക്കേണ്ടവരാണ് എന്ന് ദൈവവചനം വെളിപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും ഇടയനും തൊഴുത്തും എന്നുള്ള ഒരു സംജ്ഞ തന്നെ കോയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഇവിടെ പ്രസ്താവ്യമാണ്. ജോഷുവയെ ജനങ്ങളുടെ തലവനായി തിരഞ്ഞെടുത്തപ്പോൾ ഇടയൻ എന്ന വിശേഷണം അദ്ദേഹത്തിന് കൊടുത്തിരുന്നതായി സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ വചനം നമ്മൾ കാണുക. സംഖ്യയുടെ പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിലാണ്. സംഖ്യയുടെ പുസ്തകം ഒന്ന് എടുക്കുക. 27-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ ഒന്ന് നോക്കുക. വചനം ഇങ്ങനെയാണ്: അവിടുത്തെ ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയി പോകാതെ എല്ലാ കാര്യങ്ങളിലും അവരെ നയിക്കാൻ സകല ജീവൻ്റെയും ദൈവമായ കർത്താവ് ഒരാളെ സമൂഹത്തിൻ്റെ മേൽ നിയമിക്കാൻ തിരുവുള്ളമാകട്ടെ. ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ ആയി പോകാതിരിക്കാൻ സകലത്തിൻ്റെയും മേൽ അധികാരിയായ ദൈവം ഒരു ഇടയനെ നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ളതാണ് സംഖ്യയുടെ പ്രവചന ഗ്രന്ഥത്തിൽ ജോഷുവയെ ഇടയനായി തിരഞ്ഞെടുക്കുന്ന ദൈവം ഇസ്രയേൽ ജനങ്ങൾക്ക് നൽകുന്ന പ്രാർത്ഥന എന്ന് പറയുക. അതുകൊണ്ട് തന്നെയും സഹോദരങ്ങളെ, നാം തിരിച്ചറിയേണ്ടതുണ്ട്, ഇവിടെയൊക്കെയും വിവക്ഷിക്കപ്പെടുന്നത് ദൈവം ജനത്തിനു വേണ്ടി നയിക്കാൻ തിരഞ്ഞെടുക്കുന്ന വ്യക്തികളെ ഇടയന്മാർ എന്ന് വിളിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്നും ഇടവക വികാരിമാരെ, വൈദികരെ, മെത്രാന്മാരെയൊക്കെ ഇടയൻ എന്ന് വിളിക്കുന്നത്. നല്ലിടയനാണോ അല്ലയോ എന്നുള്ളത് ഓരോ ഇടയന്മാരും ചങ്കിൽ കൈവച്ചുകൊണ്ട് ആത്മശോധന ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. ഇടയനാകാനുള്ള വിളിയാണ് നിനക്ക് ദൈവം നൽകിയിരിക്കുന്നത്. നീ നിന്റെ ഇടയധർമ്മം പൂർത്തിയാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഓരോ ഇടയന്മാരും ആത്മശോധനയ്ക്ക് വിധേയമാക്കണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. അതുകൊണ്ട് തന്നെയും നമ്മൾ സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിലും ഇടയനായി ചിത്രീകരിക്കുന്ന ദൈവമായ കർത്താവിൻ്റെ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അത് സങ്കീർത്തനത്തിൻ്റെ 23-ാം അധ്യായം മുഴുവനുമാണ്. നമുക്കറിയാം, സങ്കീർത്തനം വായിച്ചിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം മുഴുവനായും ഇടയനായി ദൈവമായ കർത്താവിനെ അവതരിപ്പിക്കുന്ന വചനം. മനോഹരമായ ആ കീർത്തനം ഞാൻ നിങ്ങൾക്കായി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. സങ്കീർത്തനങ്ങൾ 23-ാം അധ്യായം. കർത്താവ് എൻ്റെ ഇടയൻ. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു.
പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും എന്ന് സങ്കീർത്തനങ്ങൾ 23-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനങ്ങളിൽ ദാവീദിൻ്റെ സങ്കീർത്തനം വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവ് എൻ്റെ ഇടയനാണ്. കർത്താവിൻ്റെ ഇടയനാണെന്ന് പറഞ്ഞ് ഇടയദൗത്യം ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ചുള്ള അപദാനങ്ങളാണ് കീർത്തന രൂപത്തിൽ സങ്കീർത്തകനായ ദാവീദ് എന്ന് കൃത്യമായി നമുക്ക് പറയാം. കാരണം 23-ാം സങ്കീർത്തനം ദാവീദിൻ്റെ കീർത്തനമെന്നാണ് വിളിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാമല്ലോ. അതിനുശേഷം നമ്മൾ കാണുന്നത് ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലാണ്. നമ്മൾ സംഖ്യയുടെ പുസ്തകത്തിൽ കണ്ടു, അതിനുശേഷം സങ്കീർത്തകനിൽ കണ്ടു. ജെറമ്യയുടെ പുസ്തകത്തിലും ഇതിന് സമാനമായ ഒരു പരാമർശം ഇടയനെക്കുറിച്ച് നൽകപ്പെടുന്നുണ്ട് എന്നുള്ളത് പ്രവാചക ഗ്രന്ഥമായ ജെറമ്യായുടെ ആഖ്യാനത്തിൻ്റെ ഒരു ശൈലിയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലും അതിനുശേഷം 12-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലും സമാനമായ വചനഭാഗങ്ങൾ നമുക്ക് കാണാനായി സാധിക്കും. അവിടെ നമ്മൾ കാണുന്നു ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇടയനെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറയപ്പെടുന്ന വാക്കുകൾ ഇപ്രകാരമാണ്. 10-ാം അധ്യായം 21-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ്: ഇടയന്മാരെല്ലാവരും ഭോഷന്മാരാണ്. അവർ കർത്താവിനെ അന്വേഷിക്കുന്നില്ല. അതിനാൽ അവർക്ക് ഐശ്വര്യമില്ല. അവരുടെ അജഗണം ചിതറിപ്പോയിരിക്കുന്നു. സഹോദരങ്ങളെ, ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഇടയനെക്കുറിച്ചാണ് ജെറമ്യാ പ്രവാചകൻ 10-ാം അധ്യായത്തിൻ്റെ 21-ാം തിരുവചനത്തിൽ പറയുന്നത്. കർത്താവിന് വേണ്ടി ദൈവജനത്തെ നയിക്കാൻ നിയോഗിക്കപ്പെട്ട ഇടയന്മാരെല്ലാവരും ഭോഷന്മാരായിപ്പോയി. ദൈവം പരിതപിക്കുകയാണ്, വിലപിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ സങ്കടമാണ് ഈ വചനത്തിൽ നമ്മൾ കാണുന്നത്. ഭോഷന്മാരായ ഇടയന്മാർ എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അവർ കർത്താവിനെ അന്വേഷിക്കുന്നില്ല. കർത്താവിനെ അന്വേഷിക്കുക എന്നുള്ളതാണ് ഇടയൻ്റെ ഒന്നാം ധർമ്മം എന്ന് പറയുക. അവൻ്റെ മാർഗത്തിലൂടെ ദൈവജനത്തെ നയിക്കുക എന്നുള്ളതാണ് ഇടയധർമ്മം. അതുകൊണ്ട് കർത്താവിൻ്റെ മാർഗങ്ങൾ അന്വേഷിക്കുക എന്നുള്ളത് ഒരു ഇടയനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. ഇപ്രകാരം ഇടയധർമ്മം നിർവഹിക്കുന്നവരായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടും ഭോഷന്മാരെ പോലെ ദൈവത്തിൻ്റെ വഴികളെ അന്വേഷിക്കാത്ത ഇടയന്മാരായി ജീവിക്കുന്നു എന്ന കാരണത്താൽ അവർക്ക് ഐശ്വര്യമില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നത്. ഇടയധർമ്മം നിർവഹിക്കുന്ന എല്ലാവരുടെയും നേരെ നോക്കി ദൈവത്തിൻ്റെ പ്രവാചകനായ ജെറമ്യാ പറയുകയാണ്: ഇടയന്മാരെ, നിങ്ങൾ ഭോഷന്മാരാണ്. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ വഴികൾ അന്വേഷിക്കുന്നില്ല. അതിനാൽ നിങ്ങളിൽ നിന്നും ഐശ്വര്യമില്ലാതായിരിക്കുന്നു. കാരണം നിങ്ങൾ എൻ്റെ ആടുകളെ ചിതറിച്ചു കളയുന്നവരാണ്. വലിയ വേദനയാണ്, വലിയ സങ്കടമുണ്ട്, പ്രയാസമുണ്ട് ദൈവത്തിന്. നിന്നെ ഇടയനാക്കി ദൈവം നിയോഗിച്ചപ്പോൾ പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന പദ്ധതി വളരെ വ്യക്തമാണ്. ഇടയൻ ആടുകളെ ഒന്നിപ്പിച്ച് ദൈവത്തിൻ്റെ വഴിയിലൂടെ നയിക്കുന്നവനാണ്. എന്നാൽ ദൈവത്തിൻ്റെ വഴികളെ അന്വേഷിക്കാത്ത ഇടയന്മാർ ഭോഷന്മാരാണ് എന്നും അവർ സ്വന്തം വഴികളിലൂടെ അജഗണത്തെ നയിക്കുന്നവരാണ് എന്നും ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും സഹോദരങ്ങളെ, ഇടയധർമ്മം നിർവഹിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം ഇതാണ്: നിന്റെ വഴികളിലൂടെ അല്ല, അവൻ്റെ വഴികളിലൂടെ നയിക്കാൻ വിളിക്കപ്പെട്ടതാണ് നിന്റെ ജീവിതം, നിന്റെ ഇടയധർമ്മം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ജെറമ്യാ പ്രവാചകൻ ഈ വാക്കുകളിലൂടെ നൽകുന്നത്. ഇതിന് ഒരു തുടർച്ചയുമുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. 12-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാം തിരുവചനത്തിലും
ഇടയധർമ്മത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ ജെറമ്യാ പ്രവാചകൻ നൽകുന്നുണ്ട്. 10-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ കേട്ടതിൽ നിന്നും 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മൾ ശ്രവിക്കുന്ന വചനഭാഗം, സഹോദരങ്ങളെ, നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ടത് എന്താണ് എന്ന് ഈ വചനഭാഗം നമുക്കെല്ലാവർക്കും വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. അനേകം ഇടയന്മാർ കൂടി എൻ്റെ മുന്തിരിത്തോട്ടം നശിപ്പിച്ചിരിക്കുന്നു. എൻ്റെ ഓഹരി അവർ ചവിട്ടി മെതിച്ചു. എൻ്റെ മനോഹരമായ അവകാശം അവർ ശൂന്യമായ മരുഭൂമിയാക്കിയിരിക്കുന്നു. അവർ അതിനെ ശൂന്യമാക്കിയിരിക്കുന്നു. 10-ാം അധ്യായത്തിലും 12-ാം അധ്യായത്തിലും ജെറമ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ വിലാപമാണ് നമ്മുടെ മുൻപിൽ വെക്കുന്നത്. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അനേകം ഇടയന്മാർ ഒരുമിച്ച് കൂടി സ്വാർത്ഥപരമായ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, അവരവരുടെ അവകാശങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് തന്ത്രങ്ങൾ മെനഞ്ഞു എന്നാണ് ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? അനേകം ഇടയന്മാർ കൂടി എൻ്റെ മുന്തിരിത്തോട്ടം നശിപ്പിച്ചിരിക്കുന്നു. എൻ്റെ ഓഹരി അവർ ചവിട്ടിമെതിച്ചിരിക്കുന്നു. എൻ്റെ മനോഹരമായ അവകാശത്തെ അവർ മരുഭൂമിയാക്കി കളഞ്ഞിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ ക്രോധമാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ വെളിപ്പെടുന്നത്. അതുകൊണ്ട് ഇടയധർമ്മം നിർവഹിക്കുന്ന പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾ തിരിച്ചറിയുക, നിന്റെ സ്വാർത്ഥപരമായ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അജഗണത്തെ നയിക്കുകയെന്നുള്ളതല്ല നിന്നെ അഭിഷേകം ചെയ്ത് തിരഞ്ഞെടുത്ത് വേർതിരിച്ച് മാറ്റി നിർത്തി ഇടയനാക്കിയ ദൈവത്തിൻ്റെ മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള പദ്ധതി. മറിച്ച് അത് ദൈവത്തിൻ്റെ വഴികൾ അന്വേഷിക്കാനും സഭയുടെ അധികാരികളിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ പദ്ധതികളെ തിരിച്ചറിയാനും അതിലൂടെ ദൈവജനത്തെ നയിക്കുക എന്നുള്ളതുമാണ് ഓരോ ഇടയൻ്റെയും ധർമ്മമെന്ന് തിരിച്ചറിയുമ്പോൾ എൻ്റെ സ്വന്തം ഇഷ്ടങ്ങളെ, സ്വാർത്ഥപരമായ താല്പര്യങ്ങളെ, കേവലം പ്രാദേശികമായ വാദഗതികളെ ഒക്കെ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ വഴികൾ അന്വേഷിക്കാനും അവൻ്റെ വഴികളിലൂടെ ദൈവജനത്തെ നയിക്കാനും വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. വിപ്രവാസത്തിൻ്റെ കാലത്തിനു ശേഷം എഴുതപ്പെട്ട യെസക്കിയേൽ പ്രവചന ഗ്രന്ഥത്തിലും ഇസ്രായേലിൻ്റെ നേതാക്കന്മാരായ ഇടയന്മാരെ കൃത്യവിലോപത്തിൻ്റെ പേരിൽ മാറ്റുകയും ദൈവം തന്നെ ഇടയദൗത്യം തിരിച്ചെടുക്കുകയും ചെയ്യുന്നതായി ഒരു വചനഭാഗമുണ്ട്. അതുകൂടെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യെസക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 34-ാം അധ്യായത്തിലാണ്. യെസക്കിയേൽ പ്രവചനം 34-ാം അധ്യായം 1 മുതൽ 31 വരെയുള്ള വചനഭാഗങ്ങളിലാണ് നമ്മൾ ഇപ്രകാരം ഒരു വചനം കാണുന്നത്. 34-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ, അവിടെ ഏതാനും ചില വാക്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ശ്രദ്ധിക്കുക. ഇസ്രായേലിൻ്റെ ഇടയന്മാർ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേലിൻ്റെ ഇടയന്മാരെ പ്രവചിക്കുക. അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, തങ്ങളെ തന്നെ പോറ്റുന്ന ഇസ്രായേലിൻ്റെ ഇടയന്മാരെ, നിങ്ങൾക്ക് ദുരിതം. ഇടയന്മാർ ആടുകളെയല്ലേ പോറ്റേണ്ടത്? നിങ്ങൾ മേധസ് ഭക്ഷിക്കുകയും രോമം കൊണ്ട് വസ്ത്രം ധരിക്കുകയും കൊഴുത്തതിനെ കൊല്ലുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ആടുകളെ അല്ല പോറ്റുന്നത്. ദുർബലമായതിന് നിങ്ങൾ ശക്തി കൊടുക്കുന്നില്ല. മുറിവേറ്റതിനെ വെച്ച് കെട്ടുന്നില്ല. വഴിതെറ്റിയതിനെ തിരിച്ചു കൊണ്ടുവരികയോ കാണാതെ പോയതിനെ തേടുകയോ ചെയ്തില്ല. മറിച്ച് കഠിനമായും ക്രൂരമായും നിങ്ങൾ അവയോട് പെരുമാറി. ഇടയനില്ലാഞ്ഞതിനാൽ അവർ ചിതറിപ്പോയി. കാട്ടിലെ മൃഗങ്ങൾക്ക് അവ ഇരയായി തീർന്നു. എൻ്റെ ആടുകൾ ചിതറിപ്പോയി. മലകളിലും ഉയർന്ന കുന്നുകളിലും അവ അലഞ്ഞു നടന്നു. ഭൂമുഖത്തെല്ലാം എൻ്റെ ആടുകൾ ചിതറിപ്പോയി. അവയെ തിരയാനോ അന്വേഷിക്കാനോ ആരുമുണ്ടായില്ല. ആകയാൽ ഇടയന്മാരെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണേ ഇടയന്മാരില്ലാഞ്ഞതിനാൽ എൻ്റെ ആടുകൾ വന്യമൃഗങ്ങൾക്കിരയായി തീർന്നു. എൻ്റെ ഇടയന്മാർ എൻ്റെ ആടുകളെ അന്വേഷിച്ചില്ല. അവയെ പോറ്റാതെ അവർ തങ്ങളെ തന്നെ പോറ്റി. ആകയാൽ ഇടയന്മാരെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ ഇടയന്മാർക്കെതിരാണ്. എൻ്റെ ആടുകൾക്ക് ഞാൻ അവരോട് കണക്ക് ചോദിക്കും. അവരുടെ മേയ്ക്കലിന് ഞാൻ അറുതി വരുത്തും. ഇനിമേൽ ഇടയന്മാർ തങ്ങളെ തന്നെ പോറ്റുകയില്ല. എൻ്റെ ആടുകൾ അവർക്ക് ഭക്ഷണമായി തീരാതിരിക്കാൻ ഞാൻ അവയെ അവരുടെ വായിൽ നിന്ന് രക്ഷിക്കും. കർത്താവ് ഇടയൻ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു,
ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ആടുകൾ ചിതറിപ്പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങും. അതുപോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിക്കും. കാറു നിറഞ്ഞ അന്ധകാരപൂർണമായ ആ ദിവസം ചിതറിപ്പോയ ഇടങ്ങളിൽ നിന്നെല്ലാം ഞാൻ അവയെ വീണ്ടെടുക്കും. ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ അവയെ കൊണ്ടുവരും. രാജ്യങ്ങളിൽ നിന്ന് ഞാൻ അവയെ ഒരുമിച്ച് കൂട്ടും. സ്വദേശത്തേക്ക് ഞാൻ അവയെ കൊണ്ടുവരും. ഞാൻ അവയെ പുൽത്തകടിയിൽ മേയ്ക്കുമെന്ന് പറഞ്ഞ് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 34-ാം അധ്യായം 1 മുതൽ പ്രിയപ്പെട്ടവരെ 31 വരെയുള്ള വചനങ്ങളിൽ വളരെ മനോഹരമായി ആ അധ്യായം മുഴുവൻ ഇടയധർമ്മം എന്താണ് എന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരെയും ദൈവമായ കർത്താവ് ഈ വചനങ്ങളിലൂടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഇടയനാണെങ്കിൽ നിന്റെ ഇടയധർമ്മം എന്താണ് എന്ന് തിരിച്ചറിയാൻ നീ ദൈവത്തിങ്കലേക്ക് കണ്ണുകൾ ഉയർത്തണം. അവൻ നിന്നെ പഠിപ്പിക്കുകയും അതനുസരിച്ച് നിന്റെ ജനത്തെ, ദൈവജനത്തെ നയിക്കുകയും വേണമെന്നാണ് ഈ വചനഭാഗം സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് തിരിച്ചറിയുക. പുതിയ നിയമത്തിൽ ഈശോ തന്നെ ദൈവത്തെ ഇടയനായി അവതരിപ്പിക്കുന്നുണ്ട്. അതാണ് യോഹന്നാൻ സുവിശേഷകൻ്റെയും അതുപോലെ തന്നെ സമാന്തര സുവിശേഷകന്മാരായ ലൂക്കായുടെയും മത്തായിയുടെയും ഒക്കെ ആഖ്യാന ശൈലിയുടെ ഒരു പ്രത്യേകതയായി നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. 100 ആടുകൾ ഉണ്ടായിരിക്കെ 99 മരുഭൂമിയിൽ വിട്ടിട്ട് കാണാതെ പോയ ഒരാടിനെ തേടിയിറങ്ങുകയും കണ്ടുകിട്ടുമ്പോൾ സന്തോഷത്തോടെ തോളിലേറ്റുകയും ചെയ്യുന്ന നല്ല ഇടയൻ്റെ ഉപമ ലൂക്കാ സുവിശേഷകൻ വളരെ മനോഹരമായി 15-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 7 വരെയുള്ള വചനങ്ങളിൽ അവതരിപ്പിക്കുന്നുണ്ട്. ലൂക്കായുടെ 15-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. അവിടെ കാണാതെ പോകുന്ന 3 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തേത് കാണാതെ പോയ നാണയം, 2 കാണാതെ പോയ ആട്, 3 കാണാതെ പോയ മകൻ. ഇങ്ങനെ 3 കാണാതെ പോയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ വചനഭാഗത്തിൽ അതിൻ്റെ ഏറ്റവും നടുവിലുള്ള 2ാമത്തെ ഉപമ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വചനം പറയുന്നത് കാണാതെ പോയ ആടിനെ തേടി ഇറങ്ങുന്ന നല്ലിടയനായ കർത്താവിനെ കുറിച്ച്. അതുകൊണ്ട് തന്നെയും 100 ആടുകൾ ഉണ്ടായിരിക്കെ 1 നഷ്ടപ്പെട്ടു പോയാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് കാണാതെ പോയ 1 അന്വേഷിച്ചു പോകുന്ന ഇടയനാകണം എന്നുള്ളതാണ് വിളിക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട നമ്മുടെ ഓരോരുത്തരുടെയും കടമയും കർത്തവ്യവുമെന്ന് ഈ വചനഭാഗം ലൂക്കാ സുവിശേഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പാപിയെ തേടി അലയുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്താനാണ് അവിടുന്ന് ഈ ഉപമ ഉപയോഗിച്ചത് എന്ന് നമുക്കറിയാമല്ലോ. ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത് പാപം ചെയ്തവരെ തള്ളിക്കളയുക എന്നുള്ളതല്ല. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവം പാപികളെ ചേർത്തു പിടിച്ചവനാണ് എന്നും അവൻ പാപികളായ മനുഷ്യരെ തേടിയിറങ്ങിയ നല്ല ഇടയനാണ് എന്നും ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും ഇടയനെ അടിക്കുകയും ആടുകൾ ചിതറിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയെക്കുറിച്ച് മത്തായി സുവിശേഷകൻ 26-ാം അധ്യായത്തിൻ്റെ 31-ാം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വചനം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 31-ാം തിരുവചനമാണ്. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നുണ്ടൊരു വചനം. യേശു അവരോട് പറഞ്ഞു, ഈ രാത്രി നിങ്ങളെല്ലാവരും എന്നിൽ ഇടറും. ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇടയനെ അടിക്കുകയും ആടുകൾ ചിതറിക്കപ്പെടുകയും ചെയ്യുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് പഴയ നിയമത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് മത്തായി സുവിശേഷകൻ 26-ാം അധ്യായത്തിൻ്റെ 31-ാം തിരുവചനത്തിൽ ഇപ്രകാരം ഇടയൻ താനാണ് എന്ന് അസന്നിഗ്ധമായി കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വചനഭാഗം എഴുതി വച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെയും യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലാണ് ഞാൻ നല്ല ഇടയനാണ് എന്ന് കർത്താവ് തന്നെ അവതരിപ്പിക്കുന്നത്. ഇത് യോഹന്നാൻ്റെ ആഖ്യാന ശൈലിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ദ 7 I am sayings ഓഫ് സെയിൻറ്റ് ജോൺ എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ് എന്ന് 7 തവണ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ
യേശു കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന വചനഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിലൊരു വെളിപ്പെടുത്തലാണ് ഞാൻ നല്ല ഇടയനാണ് എന്നുള്ളത്. ആ വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിലും അതിനുശേഷം 14-ാമത്തെ വാക്യത്തിലും നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതും ഇവിടെ നമുക്ക് ഓർത്തിരിക്കേണ്ട രണ്ട് വചനഭാഗങ്ങളാണ്. 10-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. 10-ന്റെ-11-ാം വാക്യം, ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുന്നു. ഇതാണ് 11-ാം വാക്യം. ഇനി 14-ാം വാക്യത്തിലേക്ക് നോക്കിയാൽ, ഞാൻ നല്ല ഇടയനാണ്, ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ഇപ്രകാരം യേശു കർത്താവ് തന്നെ തന്നെ നല്ല ഇടയനായി അവതരിപ്പിക്കുന്ന വചനഭാഗമാണ് യോഹന്നാൻ 10-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിലും 14-ാം വാക്യത്തിലും നമ്മൾ കാണുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാനായി സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഓർത്തിരിക്കുക, വ്യക്തമായ ഒരു പ്രബോധനമാണ് ഈശോ ഈ വാക്കുകളിലൂടെ നൽകുന്നത്. താൻ ആരാണ് എന്ന് അസന്നിഗ്ധമായി ദൈവജനത്തിന് പറഞ്ഞു കൊടുക്കുന്ന 4-ാം സുവിശേഷകൻ്റെ ആഖ്യാന ശൈലിയുടെ ഒരു പ്രത്യേകതയാണ് ഞാൻ നല്ല ഇടയനാണ് എന്ന് പറഞ്ഞ് യേശു കർത്താവ് തന്നെ തന്നെ അവതരിപ്പിക്കുന്ന ഈ വചനഭാഗം. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്, നല്ല ഇടയൻ്റെ ബിംബകൽപ്പന ഈശോ 2 തലങ്ങളിലായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. 2 തരത്തിൽ അല്ലെങ്കിൽ 2 തലങ്ങളിൽ ഈശോയെ ഇടയനായി അവതരിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, നല്ലിടയനായി അവതരിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം നമ്മളെ ഓർമ്മപ്പെടുന്നു 2 തരത്തിലുള്ള ബന്ധങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തേത് ഈശോയും വിശ്വാസികളും തമ്മിലുള്ള ബന്ധമാണ്. ഈശോയും വിശ്വാസികളും തമ്മിലുള്ള ബന്ധം എപ്രകാരമായിരിക്കണമെന്നുള്ളത് നല്ല ഇടയനായ കർത്താവിനെ അവതരിപ്പിച്ചുകൊണ്ട് യോഹന്നാൻ നൽകുന്ന വചനത്തിൻ്റെ വ്യക്തമായ 1-ാം വായനയാണ് അത്. നല്ല ഇടയൻ എപ്പോഴും വിശ്വാസികളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ഒരാളെ നല്ല രാജാവെന്നോ നല്ല മന്ത്രി എന്നോ ഒക്കെ വിളിക്കുന്ന എപ്പോഴാണ്? നമ്മുടെ ജനാധിപത്യ രീതിയിൽ, വ്യവസ്ഥിതികളിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ജനങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കുമ്പോൾ മാത്രമാണ് അവരെ നല്ല ജനപ്രതിനിധിയായി നമ്മൾ കണക്കാക്കുക. ജനപ്രതിനിധികൾ അനവധിയുണ്ട്. ഗ്രാമപഞ്ചായത്ത് തലം മുതൽ ബ്ലോക്ക് പഞ്ചായത്താവട്ടെ, ജില്ലാ പഞ്ചായത്താവട്ടെ, മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലുമാകട്ടെ, അതുമല്ലെങ്കിൽ MLA-മാരാകട്ടെ, MP-മാരാകട്ടെ, അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെടുന്ന മന്ത്രിമാരാകട്ടെ, മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആകട്ടെ, ഇവരെ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി, നല്ല ജനപ്രതിനിധി എന്ന് നമ്മൾ എപ്പോഴാണ് വിളിക്കുക? ആരാണോ തിരഞ്ഞെടുത്ത ജനങ്ങളുമായി ബന്ധം പുലർത്തിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത്, അവരെയാണ് നല്ല ജനപ്രതിനിധി എന്ന് വിളിക്കുക. ഇലക്ഷൻ വീണ്ടും വീണ്ടും ഉണ്ടാകും, ഒരാളെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് തിരഞ്ഞെടുക്കുന്നുണ്ട് എങ്കിൽ അപ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്നത് നല്ല ജനപ്രതിനിധികളായി പേരെടുക്കുന്നത് കൊണ്ടാണ് എന്ന് തിരിച്ചറിയണം നമ്മൾ. ചിലരെങ്കിലുമൊക്കെ ഒരു പ്രാവശ്യം പരീക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരവസരം അവർക്ക് കൊടുക്കാൻ തോന്നിയല്ല നമുക്ക്. കാരണം എന്താ? അവർക്ക് ജനങ്ങളുമായി ബന്ധമില്ല എന്നുള്ളതാണ്. ആയതിനാൽ മനസ്സിലാക്കുക, ഈശോയും വിശ്വാസികളും തമ്മിലുള്ള ബന്ധം, പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ് ഇടയബന്ധത്തിൽ, ഇടയ ദൗത്യത്തിൽ. രണ്ടാമത്തേത് സഭാ നേതൃത്വവും വിശ്വാസികളും തമ്മിലുള്ള ബന്ധമാണ്. സഭയുടെ നേതൃതലങ്ങളിൽ വിരാജിക്കുന്നവർ, തിരഞ്ഞെടുക്കപ്പെടുന്നവർ, അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്നവർ നല്ല ഇടയന്മാരാകാൻ വിളിക്കപ്പെട്ടവരാണ് എന്നും അവർ വിശ്വാസികളുമായി നല്ല ബന്ധം, ഊഷ്മളമായ ബന്ധം കാത്തു സൂക്ഷിക്കണമെന്നും ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഈശോയുടെ ഈ ബിംബകൽപ്പനയെ, നല്ല ഇടയൻ എന്നുള്ള ബിംബകൽപ്പനയെ 2 തലങ്ങളിലായി യോഹന്നാൻ സുവിശേഷകൻ നമുക്ക് വിവരിച്ചു തരുന്നത്. ഒന്നാമതായി ഈശോയും വിശ്വാസികളും തമ്മിലുള്ള ബന്ധം, രണ്ടാമതായി സഭാ നേതൃത്വവും വിശ്വാസികളും തമ്മിലുള്ള ബന്ധം. നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതും ഈ 2 കാര്യങ്ങളാണ്. നോക്കിക്കേ. 1, ഈശോയും വിശ്വാസികളും തമ്മിലുള്ള ബന്ധം. 2, സഭാ നേതൃത്വവും വിശ്വാസികളും തമ്മിലുള്ള ബന്ധം. ഈ 2 ബന്ധങ്ങൾ എപ്പോഴാണോ സമ്യക്കായി യോജിച്ചു വരുന്നത്,
അപ്പോൾ മാത്രമാണ് ഇടയൻ നല്ല ഇടയനാകുന്നത് എന്ന് മനസ്സിലാക്കുക. സഭയെ സൂചിപ്പിക്കുന്ന ബൈബിൾ പ്രതീകങ്ങളിൽ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഇടയനും ആട്ടിൻ തൊഴുത്തും എന്നുള്ള വിവക്ഷയും ഇവിടെ ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. കണ്ടോ, ഇടയനും ആട്ടിൻ തൊഴുത്തും എന്ന് വളരെ വ്യക്തമായി സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇടയ ദൗത്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ആട്ടിൻ തൊഴുത്താണ്. നല്ല ഇടയനായ ഈശോയുടെ ആട്ടിൻ തൊഴുത്താണ് സഭ എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെയും സഭയുടെ ഈ ഗാത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഇടയന്മാരാകുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം എന്ന് തിരിച്ചറിയുമ്പോഴാണ് നല്ല ഇടയനായ ഈശോയെ പോലെ ഇടയ ദൗത്യം പേറുന്നവരാകാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കണം. അതല്ലാതെ ഞാൻ ഇടയനാണ് എന്ന് പറഞ്ഞ് ആടുകളെ കൊന്നു തിന്നുന്ന ഇടയന്മാരാവുക എന്നുള്ളതല്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ എത്ര മനോഹരമായിട്ടാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. മാർപ്പാപ്പ ആവർത്തിച്ച് പറയുന്നൊരു വാക്യമുണ്ടല്ലോ, സ്മെൽ ലൈക്ക് ദ ഷീപ്പ് എന്ന് പറഞ്ഞാൽ ആടുകളുടെ മണമുള്ള ഇടയന്മാരാകുക. ഞാൻ തമാശയ്ക്ക് ചിലപ്പോഴെങ്കിലുമൊക്കെ ധ്യാനിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ അച്ഛന്മാരോടും സന്യാസികളോടും മറ്റും പറഞ്ഞു കൊടുക്കാറുണ്ട്, ആടുകളുടെ ഇടയന്മാരാകാൻ, ആടുകളുടെ മണമുള്ളവരാകാനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, അല്ലാതെ ആട്ടിറച്ചിക്കറിയുടെ മണമുള്ളവരാകാൻ വേണ്ടിയിട്ടല്ല. ആട്ടിറച്ചിക്കറിയുടെ മണമുള്ളവർ അനേകരുണ്ടാകാം, അവരെ ആരും ഇടയന്മാരായി കണക്കാക്കുന്നില്ല കേട്ടോ. അങ്ങനെയുള്ള ഇടയന്മാരുടെ പുച്ഛമാണ് ജനങ്ങൾക്ക്. തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുക. ആടിൻ്റെ മണമുള്ള ഇടയന്മാരാകാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുന്നു. ഇതിന് തുടർച്ച അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരെയും എല്ലാവർക്കും ദൈവാനുഗ്രഹം നേരുന്നു.